കരിമൂർക്കനാണ്. കരിമൂർക്കനെ പോലത്തെ സാധനമാണ്. എനിക്ക് ഒരു വിഷയമില്ല. ഇതാണ് മക്കളെ എവിടെയാ വെളിയമ്പറ എവിടെയാ ഇവിടെ എടുത്താ. അപ്പൊ ഇതാണ് നമ്മളെ ഒരു എന്താ പറയാ വെളി കൊണ്ടുപോക്കിയാടാ കൂട്ടത്തില് റിബു ഉപ്പി റിബു മാറ്റടാ അല്ലേ. എടാ എന്തെങ്കിലും പറയാറാ, പെരുന്നാളല്ലേ പറയാറാ. ഏവർക്കും പെരുന്നാൾ ആശംസകൾ. നിലവിൽ കുറച്ച് നേരം പോയിട്ടുണ്ട്. ഇപ്പോൾ ഞാനുമാണ് സംഭവങ്ങൾ നിയന്ത്രിക്കുന്നത് പെരുന്നാളിന്. അപ്പോ പ്രിയപ്പെട്ടവരെ, നമ്മളിപ്പോ പെരുന്നാളിന്റെ വ്ലോഗ് ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പെരുന്നാളിന് രാവിലെ മുതൽ നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ നമുക്ക് ഇപ്പൊ നമ്മൾ പോകുന്നത് ഒരു ഡാം കാണാം. നമ്മുടെ നാട്ടിനടുത്തുള്ള ഡാം, അത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് കാണാം. ഓക്കെ. മക്കളെ എവിടെയാ വെളിയമ്പറ എവിടെയാ ഇവിടെ എടുത്താ. രണ്ടാൾ ഇതാണ് നമ്മൾ പറഞ്ഞ സ്ഥലം, വെളിയമ്പറ ഡാം. ഇവിടെയാണ് നമുക്ക് വണ്ടി വെക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്നാൽ നമ്മൾ ഈ അണക്കെട്ടും ഒക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം നമ്മളിവിടെ നിർത്തിച്ചിട്ട് വണ്ടി അവിടെ വെച്ചിട്ട് വരുന്നുണ്ട് ഗായ്സ്. വണ്ടി അങ്ങ് വെച്ചാൽ അത് നാടെ വെക്കാത്ത എനിക്ക് വേണ്ടി വെക്കാൻ വേണ്ടി മാത്രം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ദില്ല അല്ലേ. റിബു അപ്പൊ നമ്മള് ചെക്കീന് വളവരി എന്തല്ല അപ്പൊ അവര് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മളെ ഒരു എന്താ പറയാ വെളിയമ്പറയുടെ ഒരു അപ്പൊ ഇതാ ഇവിടെ മുട്ടായി മുതല് എല്ലാം ഉണ്ട്. എല്ലാവർക്കും സോഡിയം അപ്പൊ വീഡിയോ ഒന്നും തരുന്നില്ല. ക്യാമറ ആരില്ലേ ചോദിക്കുന്നുണ്ട്. ഇതുണ്ട് സുഖല്ലേ. എടാ കുറച്ച് മറി. എന്തുണ്ട് ഇതാ സംഭവങ്ങൾ. എടാ ഇതിന്റെ പേര് മോനെ മാറാ. യമോന് കുറച്ച് കൊടുത്താ. മോഡൽ കൊയ്യല്ലടാ ഇതിന്റെ പേരുന്നാടാ.
കരിങ്കോയി. കരിമൂർക്കനാണ്. കരിമൂർക്കനെ പോലത്തെ സാധനമാണ് ഇത്. ഇത് ഞാൻ പിടിക്കാൻ വേണ്ടി പോകുന്ന എനിക്ക് ഒരു വിഷയമില്ല. ഇതാണ് എൻ്റെ കൈമിലോട്ട് പോകുന്നത്. സംഭവം ഇതാണ് നിങ്ങളെ കടിക്കാൻ വേണ്ടി വരുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയവും എനിക്കില്ല. ഏത് പാമ്പിനെയും ഞാൻ ഏത് പാതിരാക്കും പിടിക്കും. അപ്പം പ്രിയപ്പെട്ടത്, ഇതിൻ്റെ പേരാണ് ഇഗ്വാന. നല്ല സംഭവമാണ്. ഇഗ്വാനയായിട്ടാണ് നമ്മൾ വിളയാട്ടം. ഇതാണ് പാത്തു. ഇതിൻ്റെ പേരാണ് നമ്മുടെ പാത്തു ചെക്കൻ. ഞാൻ പോട്ടെ. പലതരം ഇതെന്നാ പേൻ്റെ. അങ്ങനെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിവിടെ വന്നാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രാവുകൾ. എനിക്ക് പേരെന്നെ പറയാൻ കിട്ടുന്നു. ഒഖാറ ടംബേറ്റർ. ആരാമോ പേരിട്ടിന്. അങ്ങനെ നിരവധി അനവധി പാമ്പ്, തേള്, മൂർക്ക. അപ്പോൾ ഇതാ ജയിക്കാൻ വേണ്ടി ഇതല്ല ഇതില്ലേ. ഇത് എത്ര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യല്? എങ്ങനെയാണ്? ഇപ്പോൾ രാവിലെ 9 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. രാത്രി 9 മണി വരെ പാർക്കുണ്ട്. ഇതിപ്പോൾ പകൽ സമയത്ത് മറ്റുള്ള പാർക്കുകളിലൊന്നും ആളുകൾക്ക് അധികം പോകാൻ പറ്റാത്ത ചൂടല്ലാണല്ലോ. യെല്ലോ അലേർട്ടെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾ പകൽ സമയത്ത് തണൽ തേടി വരുന്നതുകൊണ്ട് കൂടുതലായിട്ട് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ കാണുന്ന തണൽ തന്നെയായിരിക്കും. ഇപ്പൊ കാണുന്ന ഒരു അന്തരീക്ഷം. ഇപ്പോൾ ഉച്ച സമയമായി, എന്നിട്ട് ഇവിടെയുള്ളത് തണലാണ്. അങ്ങനെയുള്ളൊരു പ്രത്യേകതയുണ്ട്. മറ്റ് പാർക്കുകളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടൊരു തണൽ. അതുപോലെ തന്നെ കുട്ടികൾക്ക് വളരെ നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു മേഖല തന്നെ. മുതിർന്നവർക്കും അല്ലേ, എല്ലാവർക്കും മുതിർന്നവർക്കും പറ്റുന്ന റൈഡുകളെല്ലാം ഉണ്ട്. അഡ്വഞ്ചർ റൈഡുകൾ പ്രത്യേകിച്ചിട്ട് ഭൂരിപക്ഷം ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. കാണിച്ചു കൊടുക്കാൻ ബാക്കിയൊന്നുമില്ല. എന്തായാലും പിന്നെ ഇതും ഈ പ്രകൃതി ഭംഗിയും നിന്നെയും പരിചയപ്പെടുത്താൻ പറ്റിയത് സന്തോഷം. നമ്മളെ പാർക്കിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പാർക്ക് കഴിഞ്ഞ് ഏതെങ്കിലും പാർക്കിലേക്ക് പോയാൽ ഏതെങ്കിലും ഒരു ഐറ്റം മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മളെ പാർക്കിൽ പെറ്റ് സ്റ്റേഷൻ ഉണ്ട്, അഡ്വഞ്ചർ ഐറ്റംസ് ഉണ്ട്, അമ്യൂസ്മെൻറ്റ് ഐറ്റംസ് ഉണ്ട്, വാട്ടർ തീം ഐറ്റംസ് ഉണ്ട്, പിന്നെ പുഴയിൽ ബോട്ടിംഗ് ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ഉൾക്കൊള്ളുന്ന ഒരു പാർക്കാണ് പഴശ്ശി ഡാം പാർക്ക്. അങ്ങനെയുള്ളൊരു പാർക്കാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട, നേരത്തെ പറഞ്ഞ പോലെ തന്നെ, പ്രകൃതിയുടെ ഭംഗിയെ വെല്ലാനും മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അപ്പോൾ ആ പ്രകൃതിയെ കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടെയുള്ളത്. അപ്പം ഇത് കാണുന്ന അങ്ങ് തിരുവനന്തപുരത്തുള്ള ആളുകളും തൃശ്ശൂരുള്ളവരെല്ലാം ഇത് കാണാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരിക, ഇവിടെ എൻജോയ് ചെയ്യുക. എന്നിട്ട് വന്നവരെല്ലാം ദില്ലേനെന്ന് പരിചയപ്പെടുക. ഓക്കെ, പോട്ടെ. ഒന്ന് ആക്കുന്ന പലതരം ഐറ്റംസ്. ഇതിൻ്റെ പേര് സ്പൂൺ മുട്ടായി.
മീൻകുട്ടികൾ കാലിന് വന്നിട്ട് ചികിത്സ നടത്തും. കാലിൻ്റെ എല്ലാ രോഗം മാറും. പുണ്ണലുണ്ടെങ്കിൽ ഫിഷ് മസാജാണ്. എങ്ങനെയുണ്ട് നമ്മുടെ ബോട്ട് സവാരി? മലല ഇപ്പൊ തുടങ്ങിയിട്ടുള്ളൂ. ഇനി ഇഷ്ടം പോലെ ബോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇപ്പം തന്നെ മറ്റുള്ള സ്ഥലത്ത് നോക്കുമ്പോൾ മരണ വെയിലായിരിക്കും. കാരണം ഇവിടെ അങ്ങനെ ഒരു വെയിൽ പോലും ഇല്ലാത്ത സംഭവമാണ്. അത്രക്കും മരത്തണലിലാണ് ഈ ഒരു സംഭവം. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് പോകാൻ കുറച്ച് പ്രയാസമാണ്. അത്രക്കും മനോഹരമായിട്ടുള്ള സ്ഥലം. അപ്പൊ എന്താണ് സംഭവിച്ചത്? അപ്പൊ ചില ആള് കയറുമ്പോ അതിനൊരു പ്രശ്നമുണ്ട്. ഈ സ്ഥലം ഇങ്ങനെ കാണാൻ തന്നെ വേണം മോനെ. അപ്പം ഇതാ മൊത്തം നിങ്ങൾക്ക് ഏത് സമയത്തും ഇവിടെ പ്രവേശിക്കാം. പോലെ മോനെടി പോന്നേ, എടിയാ എടിയാ പോന്നേ. അവിടെ നല്ല ഡ്രസ്സാട്ടോ. എടുത്തെടുത്തിന് സൂപ്പറായിനെ. എന്താ ആരാ നോക്കുന്നേ? എങ്ങനെയുണ്ട് സ്ഥലമല്ലോ? ആര് ഇവിടെ ഇല്ലേ? അവരെ കാണുന്നില്ലേ? നിങ്ങൾ ആടി ഇരുന്നോ, ആടി. മലാല ഇവിടെ നിന്ന് തുള്ളി മറയുന്നുണ്ട്. അപ്പൊ ഗായ്സ് നമ്മൾ പോക്കാണ്. നമ്മള് ഇതിന്റെ ബിയാണ്. ഇപ്പൊ സമയം തന്നെ ഒരു 9 മണിയാണ്.
എന്നിട്ടും ജനക്കൂടികളാണ് ഇവിടെ ഉള്ളത്. ജനക്കൂടുകൾക്ക് അതാണ് നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള കണ്ണൂരുള്ള ഈ ഡാമിൻ്റെ പാർക്കിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഓക്കെ, നമ്മുടെ പാർക്കിൽ നിന്ന് വിട വാങ്ങുകയാണ്.